വ്ളോഗിൽ മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ, എൻ്റെ ഒരു ശല്യം ഉണ്ടാവുള്ളൂ. ബൾബ് അടിച്ചു പോയതാണ്, പക്ഷെ ഇതിന് ഇവിടെ ഒരു ഇളക്കമുണ്ട്. എനിക്ക് ഈ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാൽക്കേറ്റ് ചാനലിൽ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ വന്നിരിക്കുകയാണ്. കാറ്റ് ഗേൾ ഇവിടെ വന്നിട്ടുണ്ട്. നമസ്കാരം. ആളിത്തിരി ദേഷ്യത്തിലാണ്, കാര്യം നിങ്ങൾക്ക് വലിയ മനസ്സിലാവും. ഈ വീഡിയോ ആക്ച്വലി ഒരു സീരീസ് ഓഫ് വീഡിയോയുടെ ഒരു തുടക്കമാവട്ടെ എന്ന് ഞാൻ പറയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ആക്ച്വലി ഒരു ചെറിയൊരു സോളോ ട്രിപ്പ് പോവാണ്. ഈ ഫെബ്രുവരി മന്ത് ഞാൻ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ മഹാബലിപുരം ആ കോസ്റ്റൽ റൂട്ട് പിടിച്ച് ധനുഷ്കോടി, പോണ്ടിച്ചേരി, കന്യാകുമാരി, വർക്കല, അങ്ങനെ ആലപ്പുഴ അങ്ങനെ കറങ്ങി പിന്നെ അകത്തേക്ക് കയറും, ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ നമ്മുടെ ഡെസ്റ്റിനേഷൻ വെച്ചേക്കണേ. എന്താ അല്ല, ഇങ്ങനെ പറഞ്ഞു പോവാണ്. അത് കഴിഞ്ഞ ഊട്ടി, അത് കഴിഞ്ഞ കൊടൈക്കനാല്. ഞാൻ വിചാരിച്ചു ഓക്കെ കന്യാകുമാരി, ധനുഷ്കോടി, വർക്കല അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഞാൻ വിചാരിച്ചു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാന്നുള്ളത്. വർഷത്തിൽ ഒരിക്കലും ഒരു സോളോ പോകണം എന്നുള്ള അജയ്ക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും അവനത് സാധിച്ചെടുക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം അവൻ പോയത് ഗോവയിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനൊരു 1 വീക്ക് സോളോ പോട്ടെ എന്നായിരുന്നു ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, അവൻ പൊക്കോട്ടെ. കാരണം അവന് കുറച്ചിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴും ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അവന് കുറച്ചുകൂടി അത് നല്ല രീതിയിൽ പലത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1.5 മാസം കഴിഞ്ഞിട്ടാണ് അജയ് തിരിച്ചു വന്നത് ഗോവയിൽ പോയിട്ട്. അതിന്റെ മുന്നേയും സോളോ പോവായിരുന്നു. ലൈക്ക് ആ സമയത്ത് ഞാനോ ബോയോ ആരോ ഒന്നും ഇല്ലെന്ന്. കാരണം അവൻ ബൈക്കിൽ പോയായിരുന്നു. അതന്നെ ഷാഡോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ലാസ്റ്റ് ഇയർ ആണ് ഫസ്റ്റ് ടൈം ഓളോന്റെ കൂടെ മീൻസ് ഓളോ ആയിട്ട് സോളോ പോയിക്കൊണ്ടിരുന്നത്. ഈ സോളോ എല്ലാം കൺഫ്യൂഷൻ. ഇതിന് നിങ്ങളാണ് കേട്ടോ സാക്ഷി. നിങ്ങളുണ്ടല്ലോ 1 മാസത്തിനുള്ളിൽ അജയ് തിരിച്ചു വരുന്ന പറഞ്ഞ്. സോ ഫെബ്രുവരി 28 ഡേയ്സ് ആണ്. മാർച്ച് 1 ആകുമ്പോൾ ഇവിടെ ബാംഗ്ലൂർ എത്തിയിരിക്കും. മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ തിരിച്ചെത്തും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പോണത് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യലഗിരി നമ്മൾ ഓൾറെഡി പോയതാണ്. ഒന്നെങ്കിൽ യലഗിരി പോവും, ഇല്ലെങ്കിൽ ഗാന്ധിക്കോട്ട, അത് ആന്ധ്രയിലാണ്. അപ്പോൾ ഈ 2 സ്ഥലത്ത് ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ആക്ച്വലി പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാമ്പിംഗ് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു രീതിയിലുള്ളൊരു ട്രാവൽ പ്ലാനാണ് എനിക്കുള്ളത്. അപ്പോൾ ഗാന്ധിക്കോട്ട അല്ലെങ്കിൽ യലഗിരിയിലായിരിക്കും ഫസ്റ്റ് സ്റ്റോപ്പ് വന്നത്. അവിടെ നിന്ന് മഹാബലിപുരത്ത് നിന്ന് പോണ്ടിച്ചേരി, ഇതൊക്കെ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കോണ്ടാക്ട്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഓർവില്ലയിലൊക്കെ പോകുന്ന പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഡെക്കാത്തലോൺ പോകണം. ഡെക്കാത്തലോൺ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അല്ല, ആദ്യമേ സർവീസ് ചെയ്യാനല്ലോ പോകണം. ഞാൻ പറഞ്ഞു തരാം. അജയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയതുകൊണ്ടും പിന്നെ കുറേ കാലം ഈ ഒരു വ്ളോഗ് ഒക്കെ എടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഓളോന് സർവീസ് ചെയ്യാൻ കൊടുക്കും. ഒബ്വിയസ്ലി ഫുഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓളോനെ സർവീസ് ചെയ്യാൻ കൊടുക്കും. കാരണം സോളോ പോകുന്നതിന്റെ മുന്നേ നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും അത് ബൈക്ക് ആയിക്കോട്ടെ. സർവീസ് ചെയ്യാനില്ല. സർവീസ് ആക്ച്വലി 40,000 സർവീസ് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. എനിക്ക് ലൈറ്റ് ആണ് നോക്കേണ്ടത്. ശരി, ഇവന്റെ ലൈറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഓളോട്. അപ്പൊ അവന്റെ ആ ലൈറ്റിന്റെ കാര്യങ്ങള് ഫസ്റ്റ് തന്നെ ശരിയാക്കാൻ കൊടുക്കണം. അത് കഴിഞ്ഞ ഡെക്കാത്തലോണിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അജയ്ക്ക്. അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം, ഫുഡ് അടി. ഓക്കെ, ശരി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, ഹള്ളിമന എന്ന് പറഞ്ഞിട്ട്. അവിടെ ആക്ച്വലി നല്ല ഫുഡ് കിട്ടും. പിന്നെ ഈ ഒരു വ്ളോഗിൽ മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ, എൻ്റെ ഒരു ശല്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ എന്നെ കാണത്തില്ല. നിങ്ങൾ എന്നെ കാണണമെങ്കിൽ നിങ്ങൾ കാറ്റ് ഗേൾ ചാനലിലേക്ക് നിങ്ങൾക്ക് എന്നെയും കാണണ്ടേ? നിങ്ങൾക്ക് അജയനെ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളുടെ സ്വന്തം കാറ്റ് ഗേളിനെയും കാണണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നിങ്ങൾ കാറ്റ് ഗേളിൻ്റെ ചാനൽ നോക്കിയാൽ മതി. ഇതിൽ ഇനി അജയ് അങ്ങ് ആറാടാൻ പോവുകയാണ്. നൈസായിട്ട് അവിടെ സുസുച്ചാണ്. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. ബിരിയാണി. സോ ഇതാണ് ഹള്ളിമന. ഞങ്ങൾ ആക്ച്വലി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണിത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ യാത്ര പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇവർക്ക് ഇടയ്ക്ക് കൊതിയുള്ളപ്പോഴോ ഒക്കെ നമ്മൾ വന്ന സ്ഥലമാണിത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല എപ്പോഴും മിക്കപ്പോഴും നമ്മൾ ഇവിടെ തന്നെ കഴിക്കണം. നല്ല ആൾക്കാരാണ്, നല്ല ഫുഡുമാണ്. അടിപൊളി ബിരിയാണിയാണ്. ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്. മട്ടൻ ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ ചിക്കൻ ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കഴിക്കാറ് ഈ കാണുന്ന പോലെ അന്നാ സാമ്പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ സംഭവമാണ്.
അതിൻ്റെ അകത്ത് നല്ല റൈസും സാമ്പാർ അടിപൊളിയാണ് അവരുടെ. സാമ്പാറും പപ്പടവും അച്ചാറും രസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ ഓളോനം കൊണ്ട് ഇനി ലൈറ്റ് റെഡിയാക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ അവരോട് ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡോറ് തുറക്കുമ്പോഴത്തേക്കും ബാക്കിൽ മറ്റേ ഇതുണ്ട്, കുക്കിങ്ങിൻ്റെ ഒരു ട്രേ ഉണ്ട്. അത് മഹീന്ദ്രയ്ക്ക് തന്നെ വരുന്നുണ്ട്, താറിൻ്റെ. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അത് ട്രേ വരുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് അവർക്ക് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കുക്കിംഗ് ട്രേ ഒക്കെ എന്തിനാ ഇപ്പം? ഇൻ കേസ് എനിക്കൊരു ചായ ഒക്കെ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ, വേറെ ഒന്നും കുക്ക് ചെയ്യാൻ എനിക്ക് ചായ കുടിച്ചാൽ മതി. ബാക്കിയെല്ലാം ഞാൻ പോണ സ്ഥലത്ത് കുക്കിംഗ് ട്രേ ഒന്നും വേണ്ട. എനിക്ക് നല്ല നല്ല പേടിയുണ്ട്. ഇവൻ സോളോ എന്ന് പറഞ്ഞിട്ട് ഇവൻ വേറെ എവിടേക്കോ ലൈക്ക് എന്താ പറയാ കുറച്ചധികം സമയം എടുക്കുന്ന എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം കുക്കിംഗ് ട്രേ. അപ്പൊ നമുക്ക് നേരെ മഹീന്ദ്ര സർവീസ് സെന്ററിലേക്ക് പോകാം. ഓക്കെ ഒക്കെ പോവാം. ഞാൻ എടുത്തരാം നിന്നെ. ഈ ഫോൺ പിടിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല ക്യാമറ പിടിക്കുന്നത്. ഇപ്പൊ തന്നെ എന്റെ കൈ നല്ല ജിമ്മിൽ പോകണം, സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യണം, വേദനിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ മറ്റേ ഷോൾഡറിന്റെ സീൻ വീണ്ടും തിരിച്ചു വരുന്നു. ഈ കയ്യില് ഷോൾഡർ പ്രശ്നം, ഇതില് റിസ്റ്റ് പ്രശ്നം, രണ്ട് കൈയും പോയി കിടക്കും. അതെ, അയ്യോ ഒന്നുമല്ല. ഇതിപ്പോ ഞാൻ പറയുന്നതും എന്റെ ഫേസ് ഒക്കെ എനിക്കറിയില്ല. അജയ് വൈറ്റ് ലെൻസ് എടുത്തപ്പോ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് വ്ളോഗ് എല്ലാം ഞാൻ ക്യാമറയിലേ ഷൂട്ട് ചെയ്യുള്ളൂ എന്നുള്ളത്. നല്ല കഷ്ടപ്പാടാണ് ശരിക്കും ക്യാമറയിൽ വ്ളോഗൊക്കെ എടുക്കുന്ന ആൾക്കാരെ. ഞാൻ ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക്. കാരണം എനിക്ക് ഈ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. സോ ഇതാണ് പ്രശ്നം. നമ്മുടെ ഈ ലൈറ്റ് വർക്കിംഗ് ആണ്, ഡിമ്മ്. പക്ഷേ ഈ ലൈറ്റ് ഡിമ്മ് വർക്കിംഗ് അല്ല. ഇത് വർക്കിംഗ്. ഇതിൻ്റെ മറ്റേതിൻ്റെ ബ്രൈറ്റ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ. ഒരു ഓളോനം കൊണ്ട് പോയിട്ടുണ്ട് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൂസായത് എന്തിലാണോ? നാളെ സോളോ പോവാ. അപ്പം നമ്മൾ കോസ്റ്റൽ റൂട്ട് പിടിക്കാം. ഒരു മാസം. ലൈറ്റ് ഇവിടെ അല്ല ഇരിക്കുന്നത്, ഇവിടെ നിന്നേ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കും. ഇതാണ് നമ്മുടെ ഓളോൻ്റെ ബൾബ് അടിച്ചു പോയതാണ്. അപ്പോൾ ഡിമ്മ് ശരിക്കും വർക്ക് ചെയ്യില്ല, ബ്രൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ബൾബ് മാറ്റാം. ബാ, നമ്മളിപ്പോൾ ബൾബ് മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ പുതിയ ബൾബ് സെറ്റ് ചെയ്തേ. പഴയ ബൾബ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ പുതിയ ബൾബ് സെറ്റ് ചെയ്യാണ്. കത്തി ആ ഡിമ്മും ബ്രൈറ്റും നോക്കിയേ. ആ കത്തുന്നുണ്ട്. ഓക്കെ, പഴയ ബൾബ് മാറ്റി പുതിയ ബൾബ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് ഡെക്കാത്തലോൺ പോകണം. അപ്പോൾ ഡെക്കാത്തലോണിലേക്കാണ് അടുത്ത നമ്മുടെ പരിപാടി. സോ ലെറ്റ്സ് ഗോ ടു ഡെക്കാത്തലോൺ. അവിടെ പോയിട്ട് നമുക്ക് കുഞ്ഞു കുറച്ച് ചെറിയ പർച്ചേസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ എടുക്കാനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ല, കോൾ എടുത്ത് കഴിഞ്ഞിട്ട് ഡെക്കാത്തലോൺ പോകണം. പിന്നെ അടുത്ത ആൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഫുഡിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് അടിക്കണം. ഗൂഗിൾ ചെയ്തിട്ട് ഏത് ഡെക്കാത്തലോൺ അടുത്തുള്ളത് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഡെക്കാത്തലോൺ. ചലോ ഡെക്കാത്തലോൺ. അപ്പോൾ നമ്മളിത് ഡെക്കാത്തലോൺ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നേക്കണ ഡെക്കാത്തലോൺ സർജാപുരയിലാണ്. നമുക്ക് പോയിട്ട് എന്തൊക്കെയാ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും നോക്കാം. ഒരു ചെറിയൊരു ചെയറ്, പിന്നെ ടേബിള് പോലത്തെ കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷൂവ്, പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും. അതൊക്കെയാണ് ഞാനിപ്പോൾ മേടിക്കാമെന്ന് വിചാരിക്കണേ. ഇതെന്താ ഇവിടുത്തെ പ്രതിഷ്ഠയാണ്. സോ നമ്മൾ ക്യാമ്പിംഗ് ടേബിൾ നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു മോഡൽ, ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് 4999-ഉം 1499 അല്ലേ. ഇത് ആക്ച്വലി ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടിരിക്കും. മറ്റേത് സ്ക്വയറായിട്ട് ഈ ഒരു ഇത്രയും വരെ വരും അല്ലേ. പക്ഷേ ഇതിന് ഇവിടെ ഒരു ഇളക്കമുണ്ട്.
യെസ്, അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് എക്യുപ്മെൻറ്റ് എടുത്തിരിക്കുകയാണ്, ഈ ടേബിൾ. കാരണം മറ്റേത് ആദ്യം നമ്മൾ അത് എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വൺസ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ വി വർ തിങ്കിങ് ഓഫ് ഗോയിങ് വിത്ത് ദിസ്. ഇതാകുമ്പോൾ സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ താലം കൈമാറാണ്. നമ്മൾ ഫസ്റ്റ് സാധനം എടുത്തേ. അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കാൻ പോണ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയറാണ്. നമ്മൾ ആക്ച്വലി കാലിക്കറ്റ് പോയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചെയർസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കണം. ഇപ്പോൾ സോളോ പോകണാറ് നമ്മളെല്ലാം ഓരോരോന്ന് വിധം എടുക്കണേ. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് മേടിക്കേണ്ട രീതിയിൽ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കണേ. ഇതാണ് ഓരോ ഓപ്ഷൻ. ഇത് ആംറസ്റ്റൊക്കെ ഉള്ളത്. ഇവിടെ കപ്പ് വയ്ക്കാം, വെള്ളം വയ്ക്കാം, ക്യാമറ വയ്ക്കാം, ഫോൺ വയ്ക്കാം, എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഇതേ ഇത്രയും വരും ഇത്. അപ്പോൾ ഞാനിപ്പോൾ പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കതൊരു അധികം പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ്, ഇങ്ങനെ കുഴിഞ്ഞങ്ങിരിക്കാം. ഇതാണ് പക്ഷെ നല്ലത്. പക്ഷേ ഈ കളറാണ്, അതാ ഞാൻ ചോദിക്കണേ. എനിക്ക് ഈ ചെയർ ഒരെണ്ണം വേണം. ഇതെത്രയാ? അതെന്തായാലും ഒരെണ്ണം എടുക്കാം. പിന്നെ ഒരു ഓപ്ഷൻ ഇതാണ്. ആഹാ, ഇതുണ്ടോ ക്യാമ്പിംഗ് മാറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനമാണോ? മാറ്റില്ലേ? അപ്പോൾ അത് മതി. ആ മാറ്റും ടേബിളും ഈ ചെയർ ഒരെണ്ണം എക്സ്ട്രാ വെച്ചാൽ മതി. ഇത് മേടിക്കാം. അപ്പോൾ നമ്മൾ ഇതെടുക്കുകയാണ്. ഇതാണ് ഇത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാമ്പിംഗ് മാറ്റാണ്. ക്യാമ്പിംഗ് മാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്തായാലും നമ്മൾ എടുത്തേക്കുന്ന ടേബിളിന് ഹൈറ്റ് കുറവാണ്. അപ്പോൾ താഴെ മാറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ടേബിളിൽ അവിടെ വെച്ചിട്ട് നിലത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റാണ്. സോ 2 ഓപ്ഷനാണുള്ളത്. ഒന്നിതും. അത് ഫ്ലോറിലായതുകൊണ്ട് ഞാൻ എടുക്കണില്ല. കാരണം ഇപ്പോൾ ഇൻ കേസ് അഴുക്കോ കാര്യങ്ങൾ, ഇത് കുറച്ചുകൂടെ വലുതുമാണ്. പിന്നെ അഴുക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇത് വൺസ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇത്ര ഉള്ളൂ. ഇതിന് എത്ര എമൗണ്ട് വരണേ? ഇത് 1699 ആണ് വരണേ. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ. ഞാൻ ഇതും താലം കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെക്കിംഗ് ഷൂ നോക്കാനാണ്. ഷൂ നമ്മൾ 2 എണ്ണം ഇപ്പോൾ ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ 2 ഷൂ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഞാനിപ്പോൾ ഒന്ന് മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും ഗ്രേ ഷെയ്ഡിലാണ് പിടിച്ചേക്കണം. അപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ബേസിക്കലി വാട്ടർ പ്രൂഫ് ഷൂ ആണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഗ്രിപ്പ് ഇതിൻ്റെ അകത്ത് വരണമെന്ന് പറഞ്ഞാൽ ക്രോസ് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രിപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് സൈഡ് നോർമൽ ട്രെക്കിങ്ങിൻ്റെയും ഇതിപ്പോൾ സ്നോയിലൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എന്തായാലും നമ്മൾ കോസ്റ്റൽ സീനിലാണ് പോണത്. അപ്പോൾ എന്തായാലും വെള്ളവും കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ റിവർ ട്രെക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന ഷൂ. സോ ഇത് എമൗണ്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7K റേഞ്ചാണ് വരുന്നത്. 699 ആണ് ഇതിൻ്റെ അകത്ത് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെടുക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതാണ്, പാൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി കുറച്ച് സ്റ്റോറേജും അതുപോലെ തന്നെ കൺവേർട്ടബിൾ ആയിട്ടുള്ള, അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി വാട്ടർ റിപ്പല്ലൻ്റൊക്കെയാണ്, പക്ഷേ അതിൽ സ്റ്റോറേജ് കുറവാണ്. ഇതിന് ആക്ച്വലി സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇതെടുക്കാമെന്നാണ് വിചാരിക്കണേ. ഇത് വാട്ടർ റിപ്പല്ലൻ്റ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് മെയിൻ പ്രയോറിറ്റി ഇപ്പോൾ തൽക്കാലം സ്റ്റോറേജിലാണ്. അപ്പോൾ നമ്മൾ ഇതെടുക്കാമെന്ന് വിചാരിക്കും. വീണ്ടും ഗ്രേമയം, മൊത്തത്തിലൊരു ഗ്രേമയമാണ് ഇതിൻ്റെ. Heavy is that? Light work with the bass on the track, on my face to the back like I'm taking a slap. I need a drink but it's straight from the tap, and I'm hating the slack. Couple man run around like they hate in the gaff. Please stop talking that trash, cause the vibes in the front all the way to the back. അപ്പോൾ ബാറ്ററി തീർന്നത് കൊണ്ടിട്ട് ഞാനിപ്പോൾ ഷൂട്ടിന് നമ്മുടെ 15 Pro Max എന്തൊക്കെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിൽ അങ്ങോട്ട് പോവാം, സാധനങ്ങൾ വെക്കാം. പിന്നെ എനിക്ക് ഇനി നാളെ പോണ സ്ഥലത്തിൻ്റെ ആൾക്കാരെ വിളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഇറങ്ങാമെന്നുള്ളതാണ് പ്ലാൻ. ഇപ്പോഴും സ്ഥലം ഫിക്സ് ആയിട്ടില്ല, ഏത് സ്ഥലം, ഗാന്ധിക്കോട്ടയാണോ അല്ലെങ്കിൽ ഏലഗിരിയാണോ പോകണമെന്നുള്ള ഫിക്സ് ആയിട്ടില്ല. അത് ഫിക്സ് ആക്കണം. ദെൻ ഇത്രയുള്ള പരിപാടി. പിന്നെ ഇനി നമ്മുടെ സ്ഥിരം പരിപാടി ഫുഡ് അടിക്കണം. അതാണ്. അപ്പോൾ നമുക്ക് പോവാം. കേട്ടാ. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റം കിട്ടി. നമ്മളിവിടെ വൈറ്റ് ഫീൽഡ് ഉള്ള ഡെക്കാത്തോണിൽ വന്നു. അപ്പോൾ ഇത് ആക്ച്വലി 3 മോഡലുള്ള ലൈറ്റാണ്. റെഡ് ഉണ്ട്, ഒരു ഡിം ഉണ്ട്, പിന്നെ ഒരു ബ്രൈറ്റ് ഉണ്ട്.
പിന്നെ ഇതിപ്പോൾ ഇൻ കേസ് നമ്മളിത് ഇത് USB വെച്ച് ചാർജ് ചെയ്യണതാണ്. ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ചാർജ് തീർന്നുവെന്ന് വിചാരിക്കുക, നമ്മളൊരു സ്ഥലത്ത് പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമോ ഇവിടെ വേണം ഈ സംഭവം നമ്മളിങ്ങനെ ഇട്ട് അതിനെ കരയിപ്പിച്ച് കഴിഞ്ഞാൽ വേണ്ടത് ഇവിടെ ചാർജാണ് ഉണ്ടോ, ചാർജ് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ചാർജ് ആക്കുക, എന്നിട്ട് ലൈറ്റ് എത്തിക്കുക. സിമ്പിൾ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ ഡെക്കാത്ലോൺ രണ്ടാമത്തെ സ്ഥലത്തും പോയി ലൈറ്റ് മേടിച്ച് ഇന്നത്തെ ദിവസം സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് മിക്കവാറും ട്രാവലിൻ്റെ പ്ലാൻ നാളെ 2-ാം തീയതിയാണ്. നാളെ നിന്ന് പോസ്റ്റ്പോൺ ചെയ്ത് മിക്കവാറും 3-ാം തീയതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് ആക്കും. പിന്നെ എൻ്റെ ബലമായ ആഗ്രഹം ഇന്ന് രാത്രി തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നാളത്തേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അങ്ങ് ഇട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പക്ഷേ എഡിറ്റ് ചെയ്യും, പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. അപ്പം അതാണ് സംഭവം. അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല, നമ്മൾ നേരെ വീട്ടിൽ പോവാം, വീട്ടിൽ പോയി എഡിറ്റ് ചെയ്യുക. അതാണ് പരിപാടിയുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്ഥലമാണിത്. നമ്മൾ നാടൻ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമായി ചെന്ന് വിട്ടത് കണ്ണൂർ തലശ്ശേരി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെയാണ് വന്ന് കഴിക്കാറ്. കേരള സ്റ്റൈല് എല്ലാ ഫുഡും നമുക്ക് ഇവിടെ കിട്ടും. പുട്ടും അപ്പവും നേരെ തൊട്ട് ഇപ്പുറത്ത് മെനു എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കിയാണ് വായിക്കുന്നത്. കേരള റൈസ്, പൊതിച്ചോറ്, തലശ്ശേരി ചിക്കൻ ബിരിയാണി, ഇറച്ചി ബിരിയാണി, എഗ് ബിരിയാണി, ഗീ റൈസ്, നാടൻ കറി, ചിക്കൻ കപ്പ, ചിക്കൻ മസാല, ചിക്കൻ റോസ്റ്റ്, ഇറച്ചി ഫ്രൈ, ഇറച്ചിക്കറി, ഇറച്ചി, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. എഗ് പൊതിച്ചോറ്, ചിക്കൻ പൊതിച്ചോറ്, ഇറച്ചി പൊതിച്ചോറ്, ഫിഷ് പൊതിച്ചോറ്, കൊത്തു പൊറോട്ട, എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. പക്ഷെ നല്ലതാണ്. ഇവിടെ ഞങ്ങളുടെ മെയിനായിട്ട് മേടിക്കുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയോ പൊറോട്ടയോ അതിൻ്റെ കറിയും കാര്യങ്ങളും, അതിൻ്റെ കൂടെ ഒരു കട്ടൻ, അത് മസ്റ്റാണ്. പിന്നെ ചപ്പാത്തിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കിട്ടണ മറ്റേ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയല്ല, ഇത് നല്ല ചേട്ടൻ അവിടെ പരത്തി അങ്ങനെ ചുടുന്ന ചപ്പാത്തിയാണ്. അപ്പോൾ അതിൻ്റെതായ സമയമെടുക്കും, പക്ഷേ അതിൻ്റെതായ ഗുണമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടിയിലൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി അംഗം നാളെയാണ്. ഇനി നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്, ക്യാമറ ബാഗ് മേടിക്കാനുണ്ട്, അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ വണ്ടി ചിലപ്പോൾ പോണതിന് മുന്നേ ഒന്ന് വാഷ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ പോകാൻ പോവാണ്. ബാക്കി പിള്ളേരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിടന്ന് ഉറങ്ങുക, നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോകും, അത് നമുക്ക് ശരിയാവില്ല. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ദിസ് ഇസ് വാൽമാക്രി സൈനിങ് ഓഫ്. ബാക്കിൽ അഞ്ജനുണ്ട്, ക്യാമറാമാൻ അഞ്ജനയോടൊപ്പം വാൽമാക്രി, കൂടെ ഓളോ. അപ്പോൾ സോളോ വിത്ത് ഓളോ, ഫുൾ പവർ.